ചില വീഡിയോകളുടെ ദൃശ്യം നമുക്ക് കാണണ്ട, ശബ്ദം മാത്രം കേട്ടാൽ മതിയാകും. അതിപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോ ആയാലും നമ്മുടെ ഫോൺ ഗാലറിയിൽ കിടക്കുന്ന വീഡിയോ ആയാലും നമുക്കിതുപോലെ സ്ക്രീൻ ഓഫ് ചെയ്തുകൊണ്ട് വീഡിയോ പ്ലേ ചെയ്യാൻ സാധിക്കില്ല. കാരണം സ്ക്രീൻ ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോയും അവിടെ നിൽക്കും. സ്ക്രീൻ ഓൺ ആയിക്കൊണ്ട് മാത്രമേ നമുക്ക് വീഡിയോ പ്ലേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് സ്ക്രീൻ ഓഫ് ചെയ്തുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഏത് വീഡിയോയും പ്ലേ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഉദാഹരണത്തിനായി ഫാറ്റടെക്കിൻ്റെ തന്നെ ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. പശ്ചാത്തലത്തിൽ കേൾക്കുന്ന ശബ്ദം ആ വീഡിയോയുടേതാണ്. ഇനി സ്ക്രീനിൽ നിങ്ങൾക്കൊരു ലോക്കിൻ്റെ പോലെയുള്ള ഒരു ഐക്കൺ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്ക്രീൻ ഓഫ് ആയിട്ടുണ്ട്, എന്നിട്ടും ആ വീഡിയോയുടെ ശബ്ദം എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിലൂടെ പ്ലേലിസ്റ്റിലെ പാട്ടുകൾ സ്ക്രീൻ ഓഫ് ചെയ്തുകൊണ്ട് തന്നെ കേൾക്കാൻ സാധിക്കും. സ്ക്രീൻ ഓഫ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ബാറ്ററി ലാഭിക്കാൻ സാധിക്കും. രാത്രികാലങ്ങളിൽ നമുക്ക് സ്ക്രീനിൽ നിന്നുള്ള വെളിച്ചം ഒഴിവാക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് പ്രയോജനങ്ങൾ ഇതുകൊണ്ടുണ്ട്. ഇനി ആപ്ലിക്കേഷൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് കൂടി പറഞ്ഞു തരാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓണായി കിട്ടും. സ്ക്രോൾ ചെയ്ത് നിങ്ങൾ താഴേക്ക് പോയാൽ ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് താഴെയുള്ള ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് 2 പെർമിഷനാണ് കൊടുക്കാനുള്ളത്. ആദ്യത്തെ പെർമിഷനിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഡിസ്പ്ലേ ഓവർ അതർ ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോകുന്നതാണ്. ഇതിനകത്ത് നിന്ന് ആപ്ലിക്കേഷൻ കണ്ടെത്തിയിട്ട് അതിൻ്റെ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇനി രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ കൊടുക്കാനായിട്ട് അതിൻ്റെ ബട്ടണും ഓൺ ചെയ്ത് കൊടുത്താൽ അലോ കൊടുക്കേണ്ട ഓപ്ഷൻ വരും. ഇനി കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ പർച്ചേസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ വരും. പർച്ചേസ് ചെയ്യേണ്ട, മുകളിൽ സ്കിപ്പ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്, സ്കിപ്പ് ചെയ്യുക. ഫ്രീ വെർഷൻ തന്നെ ധാരാളമാണ്, പിന്നെ കുറച്ച് പരസ്യങ്ങൾ ഉണ്ടാകുമെന്നേ ഉള്ളൂ. പിന്നെ അഡ്വാൻസ്ഡ് ഫീച്ചറൊക്കെ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഇവിടെ ക്ലോക്കിൻ്റെ ഓപ്ഷനിലൊക്കെ നിങ്ങൾക്ക് പ്രോ എന്ന് കാണാം. അതായത് നിങ്ങൾ സ്ക്രീനിൽ സെറ്റ് ചെയ്യുന്ന ക്ലോക്കൊക്കെ മാറ്റുന്നതിലും പ്രോ വെർഷൻ കുറച്ചുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻ തന്നെ ഇതിൽ സെറ്റ് ചെയ്തെടുക്കാം. ആ സെറ്റിങ്സിനെ കുറിച്ചിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഈ താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് സെറ്റിങ്സ് കാണാം. അതുപോലെ തന്നെ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ എന്തെങ്കിലും വ്യത്യാസം വേണമെങ്കിൽ നമുക്കതൊക്കെ വ്യത്യാസം വരുത്താൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ട് ഇവിടെ താഴെയുള്ള സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്ക്രീനിൻ്റെ വലതുഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ലോക്കിൻ്റെ ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയാലും എന്തിലേതായാലും ഗാലറിയിലേതായാലും നമ്മൾ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ക്രീനിൽ കാണിക്കേണ്ട എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ലോക്ക് ബട്ടണിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്ക്രീൻ ഓഫ് ആകുന്നതാണ്. എങ്കിലും നമുക്ക് ശബ്ദം കേൾക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് വീണ്ടും വീഡിയോയിലേക്ക് തന്നെ പോകണമെങ്കിൽ ജസ്റ്റ് സ്ക്രീനിൽ ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് താഴെ അൺലോക്ക് ഓപ്ഷൻ വരുന്നതാണ്. അൺലോക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വീഡിയോ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഒന്നും കൂടി ഓപ്പൺ ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷനകത്ത് താഴെയായിട്ട് സ്റ്റോപ്പ് ബട്ടൺ ഉണ്ടാവും. ജസ്റ്റ് സ്റ്റോപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ തന്നെ ആ ലോക്കിൻ്റെ ഓപ്ഷൻ ഓഫ് ആകുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നത് നിർത്തുന്നതുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.